തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം CPM നേതൃത്വം ചർച്ച ചെയ്തു. അതിൻ്റെ റിപ്പോർട്ട് പിണറായി സർക്കാരിനോട് എല്ലാവർക്കും വലിയ സ്നേഹമാണ്, ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഒരു തുള്ളി പോലുമില്ല. എന്നിട്ടും എങ്ങനെ തോറ്റു എന്ന് ചോദിച്ചാൽ അത് തൽക്കാലം തോറ്റിട്ടില്ല. അതാണ് MV ഗോവിന്ദൻ നൽകിയിരിക്കുന്ന ഉത്തരം. അതായത് CPMനെ തോൽപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷേ നിങ്ങൾ തോറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കാനാണ് പ്രയാസം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി പരിശോധിച്ചുവെന്നും പരിഹാര നടപടികളാണ് നേതൃയോഗം ചർച്ച ചെയ്തതെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുകയാണ്. ശരിയായ ദിശാബോധത്തോടെ വിലയിരുത്തലുമായി മുന്നോട്ടു പോകുമെന്നും വോട്ടിംഗ് കണക്ക് നോക്കിയാൽ 60 നിയമസഭാ മണ്ഡലങ്ങളിൽ വ്യക്തമായ ലീഡ് LDFനുണ്ട് എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. ശരിയായ രാഷ്ട്രീയ പ്രചരണവും സംഘടനാ മികവും ഉണ്ടെങ്കിൽ തിരിച്ചു പിടിക്കാമെന്ന് യോഗം വിലയിരുത്തിയിരിക്കുന്നു. ഈ യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് സർക്കാരിനെ കുറിച്ച് ജനങ്ങൾക്ക് മികച്ച അഭിപ്രായമാണ് ഉള്ളത് എന്നും മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരം ഇനിയും നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു സത്യവും പറയാതെ കള്ളപ്രചാര വേലയുടെ അടിസ്ഥാനത്തിലാണ് UDFും BJPയും വോട്ട് തേടിയത് എന്നും MV ഗോവിന്ദൻ പറയുകയാണ്. സത്യത്തിൽ ഗോവിന്ദൻ ജനങ്ങളെ വിഡ്ഢികളാക്കിയതല്ല, കേരളത്തിലെ ജനങ്ങളെ പരിഹസിക്കുകയായിരുന്നു. ഇത്രയ്ക്കും വൃത്തികെട്ട ഒരു ഭരണത്തിൻ്റെ അപകടം മനസ്സിലാക്കിക്കൊണ്ട് എതിർ പാർട്ടിക്ക് വോട്ട് ചെയ്ത ജനങ്ങൾ ജനാധിപത്യം പാലിച്ചപ്പോൾ സത്യത്തിൽ ജനവിരുദ്ധ സർക്കാർ തകർന്ന് താഴെ വീണു. എന്നാൽ അങ്ങനെ ഒരു സംഭവമേ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞ് ജനങ്ങളെ നോക്കി വീണ്ടും വീണ്ടും കൊഞ്ഞനം കുത്തുകയാണ് MV ഗോവിന്ദൻ. വലിയ നീക്കമാണ് CPMനെതിരെ നടത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് വികസന നേട്ടങ്ങൾ ജനങ്ങൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി വർഗീയ പ്രചരണത്തിലൂടെ വോട്ട് പിടിക്കാൻ ശ്രമിച്ചു. എന്താണ് ആ വികസന നേട്ടങ്ങൾ എന്ന് ഗോവിന്ദൻ പറഞ്ഞില്ലെങ്കിലും ജനങ്ങൾ കണ്ട വികസനം എന്ന് പറയുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തന്നെയായിരുന്നു. അതനുസരിച്ച് ജനങ്ങൾ വോട്ട് ചെയ്തു എന്നുള്ളത് വളരെ ശരിയാണ്. അതുപോലെ ഗോവിന്ദൻ പറയുന്ന മറ്റൊരു വിഷയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ജയിച്ച 41 വാർഡുകളിൽ UDF 3-ാം സ്ഥാനത്ത് എന്നാണ്. അതൊരു കണ്ടെത്തലാണ്. അങ്ങനെ സന്ദേശം സിനിമയിൽ പറഞ്ഞതുപോലെ പ്രതിക്രിയാവാദവും കൊളോണിയലിസവും ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള മാറ്റം തന്നെയാണ് ഇത്തവണയും സംഭവിച്ചത്. അല്ലാതെ ഇത് തോൽവിയൊന്നുമല്ല. തോൽവിയെല്ലാം ഇനി വരാൻ പോകുന്നതേയുള്ളൂ. അതിനിനിയും സമയമുണ്ട്. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഓരോ ദിവസവും പ്രമുഖരുടെ അറസ്റ്റ് കൊണ്ട് ആഞ്ഞടിക്കുമ്പോൾ, വലിയ അപകടം തുറച്ചു നോക്കുമ്പോൾ പിണറായി വിജയനും MV ഗോവിന്ദനും ഒറ്റപ്പെടുന്നൊരു കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ഇന്ന് യോഗത്തിൽ കണ്ടത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഞങ്ങൾ തോറ്റിട്ടില്ല എന്നും പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് 2 ആഴ്ച കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ഇത് നീണ്ടാൽ മതിയായിരുന്നു. അപ്പോൾ എല്ലാം മനസ്സിലായിക്കൊള്ളൂ.